ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വെറും ഒരു ഹൈ പവർ LED ടോർച്ചും സോളാർ പവർ ബാങ്കുമായി നിങ്ങൾ 1000 വർഷം പുറകിലേക്ക് ചെന്നാൽ എന്ത് സംഭവിക്കും? നിലാവെളിച്ചത്തിൽ മാത്രം ശീലിച്ച ആ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് മുന്നിൽ സൂര്യനെ പോക്കറ്റിലിട്ട് നടക്കുന്ന ഒരു മാന്ത്രികനായി നിങ്ങൾ മാറും. പന്തം കത്തിച്ച് നടക്കുന്ന ആ പടയാളികൾക്ക് മുന്നിൽ നിങ്ങൾ വെറും ഒരു മനുഷ്യനായിരിക്കില്ല, പകൽ വെളിച്ചം കുപ്പിയിലാക്കി കൊണ്ടുവന്ന ഒരു സൂര്യപുത്രനായിരിക്കും നിങ്ങൾ. ഗ്രാമത്തലവൻ നിങ്ങളെ കാണാൻ വരുമ്പോൾ നിങ്ങൾ ടോർച്ച് നേരെ ആകാശത്തേക്ക് അടിക്കുന്നു. ആ വെളിച്ചം കണ്ട് നാട്ടുകാർ വിചാരിക്കും നിങ്ങൾ ആകാശത്തു നിന്ന് ഒരു നക്ഷത്രത്തെ താഴെ ഇറക്കുകയാണെന്ന്. ഇദ്ദേഹം വെളിച്ചത്തിൻ്റെ ദൈവമാണെന്ന് പറഞ്ഞ് അവർ നിങ്ങൾക്ക് സ്വർണവും വെള്ളിയും തരാൻ തുടങ്ങും. പക്ഷെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ പിന്നിൽ വെറും ഒരു ലിഥിയം അയൺ ബാറ്ററിയേ ഉള്ളെന്ന്. പകൽ സമയത്ത് നിങ്ങൾ സോളാർ പവർ ബാങ്ക് വെയിലത്ത് ചാർജ് ചെയ്യാൻ വെക്കുന്നു. നാട്ടുകാർ ഞെട്ടലോടെ നോക്കുന്നു. നിങ്ങൾ പറയും, ഞാൻ സൂര്യഭഗവാനോട് സംസാരിക്കുകയാണ്, അദ്ദേഹം എനിക്ക് രാത്രിയിലേക്കുള്ള വെളിച്ചം നൽകുകയാണ് ചെയ്യുന്നത്. വെയിലത്ത് വെക്കുമ്പോൾ പവർ ബാങ്കിലെ ആ ചെറിയ നീല ലൈറ്റുകൾ മിന്നുന്നത് കണ്ട് ഗ്രാമം മൊത്തം വീണ്ടും ഞെട്ടും. പക്ഷേ ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ അറിയാതെ SOS ബട്ടൺ ഓൺ ആക്കുകയോ അല്ലെങ്കിൽ ചാർജ് തീരുകയോ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ടോർച്ചിലെ വെട്ടം കുറയുകയോ അല്ലെങ്കിൽ അത് മിന്നി മിന്നി കത്താൻ തുടങ്ങും. അതോടെ നാട്ടുകാർ വിചാരിക്കും നിങ്ങൾക്ക് എന്തോ പ്രേതബാധ ബാധിച്ചെന്ന്. അവർ പേടിച്ച് വീടിനുള്ളിൽ കയറി വാതിലടയ്ക്കും. വെളിച്ചം പൂർണ്ണമായി തീരുന്നത് കണ്ട് ഗ്രാമത്തലവൻ ചോദിക്കും, പ്രഭു സൂര്യഭഗവാനുമായിട്ട് പിണങ്ങിയോ എന്ന്. ചാർജ് തീർന്നതാണെന്ന് നിങ്ങൾക്ക് പറയാനും സാധിക്കില്ല. ഒടുവിൽ ടോർച്ച് ഓഫ് ആകുമ്പോൾ നിങ്ങൾ മെല്ലെ അവിടെ നിന്ന് മുങ്ങുന്നതായിരിക്കും ബുദ്ധി. അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ അവർ നിങ്ങളോട് പറയും, ആ ടോർച്ച് വെച്ച് നമുക്ക് ഉച്ചക്കഞ്ഞി ഉണ്ടാക്കാമെന്ന്.